അപരൻ, അണ്ണൻ തമ്പി, കൃത്യം, നാദിയെ കൊല്ലപ്പെട്ട രാത്രി, ഈ സിനിമകളൊക്കെ നമ്മളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഒറിജിനൽ ആര്, ഡ്യൂപ്ലിക്കേറ്റ് ആര്? നമ്മുടെ ലൈഫിലും ഇത്തരം കൺഫ്യൂഷനുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കൺഫ്യൂഷനുകളെ തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത ഐഡിയ ബസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കാൺപൂരിൽ നിന്നുള്ള ഡോക്ടർ അഷ്കാര ആൻഡ് മുഹമ്മദ് സാലിം. ഹലോ ടൈറ്റൻസ്. ഇന്ന് എല്ലാ മാർക്കറ്റിലും, എല്ലാ ഷെൽഫിലും, എല്ലാ വെബ്സൈറ്റിലും ഒരു സൈലന്റ് എപ്പിഡമിക് പോകുന്നുണ്ട്. വ്യാജമായ സാധനങ്ങൾ. എക്സ്പേർട്ടിന്റെ നിരീക്ഷണത്തില് ഫേക്ക് ഗുഡ്സിന്റെ ഗ്ലോബൽ മാർക്കറ്റ് $500 ബില്യൺ ആണ്. ഇതിൽ നോക്കുവാണെങ്കിൽ എല്ലാം വരുന്നുണ്ട്. ലിപ്സ്റ്റിക് തൊട്ട് ലാപ്ടോപ്പ് വരെ, സ്നീക്കേഴ്സ് തൊട്ട് ഷാമ്പു വരെ. നിങ്ങളുടെ പൈസ പോയതൊരു കാര്യം, പക്ഷേ പലപ്പോഴൊക്കെ നിങ്ങളുടെ സ്കിന്ന്, ഹെൽത്തും പിന്നെ ലൈഫും റിസ്ക് ആവും. ഞാനും ആലോചിക്കാറുണ്ട്, ഒന്നില്ലെങ്കിലും കുറച്ച് പൈസ ലാഭിച്ചല്ലോന്ന്. ഇതിലെന്താ തെറ്റുള്ളതെന്ന് ആലോചിക്കാറുണ്ട്. അതായത് ഒരു പഴമൊഴിയുണ്ട്, നമ്മൾ ഇട്ട ചെരുപ്പ് അത് പറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ വഴി പോകുമ്പോൾ അതിന്റെ കഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് സംഭവിച്ചു, അതും ആ കോവിഡ് ടൈമില്. എന്റെ അമ്മാവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ന്യൂസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇഞ്ചക്ഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ വെള്ളമായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴാ ഒരു കാര്യം മനസ്സിലായ, ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഷൂസിലും ചാർജറിലും മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന മരുന്നുകളിലും ഉണ്ടെന്ന്. ഈ മനുഷ്യരുടെ ശീലങ്ങൾ 1-2 ദിവസം കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഈ കഥ എങ്ങനെയെങ്കിലും ഒന്ന് ചാരാൻ പറ്റും. സോ ടൈറ്റൻസ്, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് സെൻസ് ഒറിജിനൽ. ഇതൊരു ആന്റി കൗണ്ടർ ഫീറ്റ് മൊബൈൽ ആപ്പാണ്. ഓരോ ബ്രാൻഡിനെ കുറിച്ചും ഓരോ കസ്റ്റമറിനും കുറച്ച് സമയത്തിൽ തന്നെ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് കണ്ടെത്താൻ പറ്റും. ബോസ്, ഞങ്ങളുടെ ടെക്നോളജി വളരെ സിമ്പിൾ പക്ഷെ സ്മാർട്ടാണ്. ഓരോ പ്രോഡക്റ്റിലും ഒരു സ്മാർട്ട് സ്റ്റിക്കർ ഉണ്ടാവും. അതില് റിയൽ ടൈം കോഡൊക്കെ ചേഞ്ച് ആവും. അതുകൊണ്ട് ഇത് കോപ്പി ചെയ്യണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ പ്രോഡക്റ്റിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങൾ B2B ബ്രാൻഡുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൺസ്യൂമറിന് ഞങ്ങളോടൊരു വിശ്വാസം ഉണ്ടാകും. പിന്നെ ബ്രാൻഡ്സിന് അവരുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജിന്റെ കൂടെ യഥാർത്ഥമായിട്ടുള്ള ഗ്യാരണ്ടി ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിലുള്ള സാധനം എല്ലാവരും കയ്യിൽ എത്തുവാണെങ്കിൽ പണവും ലാഭിക്കാം, ആരോഗ്യം രക്ഷിക്കാം. ബി ഒറിജിനൽ, ബൈ ഒറിജിനൽ. വെരിഫൈ ബൈ സെൻസ് ഒറിജിനൽ. ഞങ്ങളുടെ ആസ്ക് 55 lakhs for the exchange of 20% discount on convertible notes. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഒരു പങ്കാളിയാവാൻ ആഗ്രഹമുണ്ടോ? ലവ്ലി. നിങ്ങൾ രണ്ടുപേരും ഒറിജിനൽ ആണല്ലോ അല്ലേ? അല്ലേ? അല്ല, കൊണ്ട് ഉണ്ടാക്കിയവരൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചതാ. ഈ ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? അതായത് ഈ പ്രോബ്ലം ഞാൻ കണ്ടപ്പോൾ ബേസിക്കലി എന്റെ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ആ ടൈമില് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ ആയിട്ട് വന്നായിരുന്നു. അതിന്റെ വില 25,000 രൂപയാണ്. അത് ഞാൻ മാർക്കറ്റിൽ മേടിക്കാൻ പോയപ്പോൾ ഒരാൾ 15,000 രൂപയ്ക്ക് അത് തരുക, ഒരാൾ 20,000 രൂപയ്ക്കും തരുക. ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ചിലരാണെങ്കിൽ 25,000 രൂപയ്ക്കും തരുന്നു. അപ്പൊ ഞാൻ കൺഫ്യൂസ് ആയി പോയി. ഇതിൽ ഏതാണ് ഒറിജിനൽ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്ന് ആ പ്രോബ്ലം ഫേസ് ചെയ്ത സമയത്ത് ഞാൻ തീരുമാനിച്ചതായിരുന്നു, ഇനി ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാതെ, അതായത് ഞാൻ ഒരിക്കലും ക്ഷമയോടെ ഇരിക്കത്തില്ല. സോ അന്ന് തൊട്ടാണ് ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ആയത്. നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്നൊന്ന് കാണിക്കൂ. ഒരു സർ കാണിക്കാം. സർ ഇതാ നോക്കിക്കേ, ഇതിനകത്ത് ഒരു മാർക്കും ഇല്ല. ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഇതാ നോക്കൂ സാർ, ഇത് സെൻസ് ഒറിജിനൽ. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ഇതിനകത്ത് ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തൊരു ഷീൽഡ് ഇരിപ്പുണ്ട്, കണ്ടോ? ഈ ഷീൽഡിന് ഇവിടെ ഒരു വളരെ വലിയ റോൾ ഉണ്ട്. ആക്ച്വലി ഷീൽഡ് ആരും കോപ്പി ചെയ്യില്ലെന്നാണോ? ഇല്ല, ഈ ഷീൽഡിനകത്ത് ഈ ഒരു ടാഗ് ഉണ്ടാവും, നോക്കിയോളൂ. ഇതിൽ NFC-യുടെ ടാഗ്സ് ഉണ്ട്. ബേസിക്കലി ഇതിനകത്ത് കോഡിംഗ് മൂലം ഡേറ്റ ഫിക്സ് ചെയ്യും. ഈ കോഡിംഗ് ആണ് സർ നമ്മുടെ USP. ആൻഡ് ഇതിനു വേണ്ടിയുള്ള പേറ്റന്റും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. You just have to tap the NSTL enabled smartphone. കുറച്ച് നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും വന്നു കഴിഞ്ഞിരിക്കും. അവരുടെ ഫോൺസ്, ഫോട്ടോഗ്രാഫ്സ്, എന്ത് ഡീറ്റെയിൽ ആണോ കമ്പനി ബ്രാൻഡ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് അവരുടെ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ്, പിന്നെ അതിന്റെ ഡീറ്റെയിൽ, എക്സ്പയറി ഡേറ്റ് എന്താണ്, ഈച്ച് ആൻഡ് എവറിത്തിങ് അവർക്ക് എന്റെ അടുത്തോട്ട് തന്നേക്കാം. സോ ഞങ്ങൾ അത് റൈറ്റ് ചെയ്ത് ആ ബ്രാൻഡ് സെല് ചെയ്യുവാണ് ആക്ച്വലി. ഓക്കെ, ഒരു കാര്യം പറയൂ. ഇതൊരു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടാഗുകളിലൂടെ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? ടാഗുകൾ ഇല്ലാത്തത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 2 ബോട്ടിലുകൾ ഉണ്ടല്ലോ, ഇത് ഒറിജിനലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മാനുഫാക്ചറർ നിങ്ങളുടെ ഈ ബാർകോഡ് ഘടിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇതാന്നൊക്കെ ഞങ്ങൾ ബ്രാൻഡ്സ് ഒക്കെ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാം റാൻഡമായിട്ട് എടുക്കത്തില്ല. ഞങ്ങളുടെ അടുത്തൊരു വലിയ ലീഗൽ ടീം തന്നെയുണ്ട്. അവരുടെ ട്രേഡ് മാർക്സ് എല്ലാം വെരിഫൈ ചെയ്യും. അവരുടെ ഫാക്ടറി പോയിട്ട് മാനുഫാക്ചറിംഗ് സെറ്റപ്പ് ഒക്കെ നോക്കിയിട്ട് വരും. അവരുടെ മാനുഫാക്ചറിംഗ് സെറ്റപ്പിന് നമ്മുടെ ഈ റൂൾസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. സോ അതുമൂലം നമ്മൾ അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചറിംഗ് സിംപ്ലി ദേ ക്യാൻ ഇൻസ്റ്റാൾ ദിസ് സ്റ്റിക്കേഴ്സ് ടു ദർ പ്രോഡക്റ്റ്.
ഞങ്ങളുടെ ഈ ആപ്പ് പറഞ്ഞല്ലോ സർ, അതിൽ ഞങ്ങളുടെ സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ മാർക്കറ്റിൽ നിന്ന് സ്റ്റിക്കേഴ്സ് ഒക്കെ മേടിച്ച് അവർ ഒട്ടിച്ചാൽ പോലും ഒരിക്കലും അവരെ കൊണ്ട് അതിൽ അത് കണ്ടുവെത്താനേ പറ്റത്തില്ല. അതിൽ എന്താ ഉള്ളതെന്ന് കാണിക്കത്തില്ല. ടൈറ്റൻസ്, ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. മുഹമ്മദ് സാർ, ഒരു കാര്യം പറയൂ. ഇപ്പൊ മാർക്കറ്റിൽ ഇതുപോലത്തെ ഒരുപാട് ആപ്സുകളില്ലേ, അതൊക്കെയും ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ? സോ നിങ്ങളുടെ ആപ്പ് അതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണ്? പിന്നെ നിങ്ങളുടെ പാറ്റന്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരൂ. മാം, ഞങ്ങൾ പാറ്റന്റ് അപ്ലൈ ചെയ്തത് സെപ്റ്റംബർ 2024 ഇതില് റിയൽ ടൈം കോഡ്സ് ആൻഡ് NFC പ്ലസ് ഇൻക്രിപ്ഷൻ പ്ലസ് ആ മുഴുവൻ മോഡ്യൂളും പാറ്റന്റ് ആയി വന്നിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ എത്ര ഡിഫറെന്റ് ആണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചില ഫുഡ് അഗ്രിഗേറ്റേഴ്സിന്റെ അടുത്ത്, അതായത് ഇതിനു മുമ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവര് ഒരുപാട് ഡെലിവറി ഏജൻസിനെ വെക്കും, പിന്നെ സപ്ലൈ ചെയ്യും. പക്ഷെ ചില ഫുഡ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് വന്നു, അവര് ഒരേ ഡെലിവറി ഏജന്റിന് മൾട്ടിപ്പിൾ റെസ്റ്റോറന്റിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കും. ഈ സെയിം വേ ഞങ്ങളും സെയിം ഒരു പ്ലാറ്റ്ഫോം ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. നിങ്ങൾ ആന്റി കൗണ്ടർഫിറ്റിന്റെ വിലയാണ് ഇപ്പോൾ പറഞ്ഞത്. യെസ്. ആസ് എ ബിസിനസ്, അതായത് നിങ്ങളുടെ തൊഴില്, അതായത് നിങ്ങളുടെ കമ്പനിയുടെ പേര് നിങ്ങൾ ഒറിജിനൽ ആണെന്ന് പറയുന്നു. ഇത് കുറച്ച് കോൺട്രഡിക്ടറി ആണ് ബ്രാൻഡിങ്ങിന്റെ മാർക്കറ്റിംഗിന്റെ ലോകത്ത്. അതായത് ഞങ്ങളുടെ സെൻസ് ഒറിജിനൽ ആണ്, നിങ്ങൾക്ക് സെൻസ് ചെയ്ത ഒറിജിനൽ കണ്ടെത്താൻ പറ്റും. സോ എല്ലാ കൗണ്ടർഫിറ്റും അവരെ ഒറിജിനൽ ആണെന്നാണ് പറയുക. അത് ബേസിക് ആണല്ലോ. നിങ്ങളുടെ ബിസിനസ് മോഡ്യൂൾ എന്താണ്? തിങ്കിങ് ഓഫ് എ പെർ SK യൂണിറ്റ്. നിങ്ങളുടെ മോഡ്യൂൾ എന്താണ്? ഞങ്ങളുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് പെർ ടാഗ് ആ കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യുവാണ് പെർ ടാഗ് ആയിട്ട്. നിങ്ങളുടെ കോസ്റ്റിംഗ് എത്രയാണ്? നിങ്ങൾ എത്രയ്ക്കാണ് ഇത് വിൽക്കുന്നത്? ആക്ച്വലി ഞങ്ങൾ ഇതൊരു 3 രൂപയ്ക്കാണ് ഓൺ ബോർഡ് ചെയ്യുന്നത്. അതിൽ 50 പൈസ ഇതിൽ റൈറ്ററിന്റെ ചെലവായിട്ട് വരും. സോ ഇത് 3.5 രൂപയായിട്ടാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. ആൻഡ് നമ്മൾ ഇത് 5 റുപ്പീസിന് സെല് ചെയ്തേക്കും. ഒരു ടാഗിന് 5 രൂപയാണ് പെർ ടാഗ്. പെർ ടാഗ്. Yes, sir. അപ്പോ കമ്പനിയുടെ ഓയിൽ എത്രയാണ്? 15,000 രൂപ. അതായത് ഹൈ വാല്യൂ പ്രോഡക്റ്റിന്റെ രീതിയിൽ ഇത് പോവുള്ളൂ. ഞങ്ങൾ 500 റുപ്പീസിന് മേളിലുള്ള പ്രോഡക്റ്റിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് സർ. ശരി, നിങ്ങൾ ഇത് പറയൂ. നിങ്ങളിപ്പോ എത്ര ബ്രാൻഡുകളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? അതുപോലെ നിങ്ങൾക്ക് മന്ത്ലി എത്ര സെയിൽ ആവുന്നുണ്ട്? ഇപ്പൊ ഞങ്ങളുടെ മന്ത്ലി സെയിൽസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അറൌണ്ട് 50 റുപ്പീസ് ഓഫ് ടാഗ്. അതിലിപ്പോ 4 ബ്രാൻഡാണ് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്നത്. മാം, ഇപ്പൊ ഞങ്ങളെ ഒരു ഫ്രീ റവന്യൂ സ്പേസിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഞങ്ങൾ പ്രതീക്ഷ രീതിക്ക് ഒരു ഫണ്ടോ പുഷോ കിട്ടിയിട്ടില്ല മാം. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോഡക്റ്റ് മാർക്കറ്റിനെ പറ്റി നിങ്ങൾ നന്നായി പറഞ്ഞു, എന്നാൽ ഇതുവരെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഇതൊന്നും വലിയ ബ്രാൻഡിലോട്ട് എടുത്തോണ്ട് പോവാത്തത്. കാരണം ഇത് ലോഞ്ച് ചെയ്തിട്ട് ആകെ 1 ഇയറേ ആവുന്നുള്ളൂ. പക്ഷേ ഡേ 1 ഞങ്ങൾ പോവാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കീപ് അപ്പ്. നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ 5.5 വർഷം മുമ്പാണ് എന്റെ ദ സ്ലീപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഈ 5.5 വർഷത്തിനിടയ്ക്ക് അത് ഇന്ത്യയിൽ നമ്പർ 1 ആയി മാറി. ഫസ്റ്റ് ഇയർ ബൂട്ട് സ്ട്രാപ്പിലാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇത് നടക്കില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കുകയില്ല. ശരി മാം. അതായത് നിങ്ങൾ വലിയ ബ്രാൻഡ് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വലിയ ബ്രാൻഡിനെ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ദിസ് ഈസ് വെരി സക്സസ്ഫുൾ പ്രോഡക്റ്റ്. ഇതിനുവേണ്ടി 100 കഥകൾ തുറക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ 100 ചെറിയ പ്രോഡക്റ്റിന് പുറകെ പോവുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അഥവാ റൺ റേറ്റ് ഒക്കെ ബേൺ ആകുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അവിടെ തന്നെ ക്ലോസ് ആകും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വലിയ ബ്രാൻഡിനെ സമീപിച്ചിരുന്നോ? അപ്പോൾ മികച്ച പ്രതികരണം കിട്ടാത്ത അനുഭവം എന്തെങ്കിലും? ഞങ്ങൾ റെഡ് ടേപ്പ് ആയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. നമസ്തേ ഇന്ത്യ ഗൂഡ്സിനോടൊപ്പമായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. നിങ്ങൾ 100 വലിയ ബ്രാൻഡുകളുമായിട്ട് മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിൽ 1-2 ക്രാക്ക് ആവും. അതിന് ഞങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് ഫണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ അത് പക്ഷേ നിങ്ങൾ 100 ബ്രാൻഡ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫണ്ട്സിന്റെ ആവശ്യം എന്താണ്? ഞങ്ങൾ ഹോൾ വില്ലായിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് റെസ്പോൺസ് വരുന്നുണ്ട്, ചില സ്ഥലത്ത് റെസ്പോൺസ് വരുന്നില്ല. അങ്ങനെ റെസ്പോൺസ് വന്നതും അല്ലെങ്കിൽ വരാത്തതുമായിട്ട് ഇങ്ങനെ ഒരുപാട്. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സിൽ സ്ട്രോങ് ആയി നിന്നാൽ കണക്ഷൻസ് താനെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സ്പേസ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ലേ, അത് വളരെ ചെറിയ സ്പേസ് ആണ്, പക്ഷെ അത് വലിയ സ്പേസും ആണ് ഫോർ ലേബിളിംഗ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓൺ ദാറ്റ് സ്പേസ് നിങ്ങളെ പ്രോഡക്റ്റ് സ്ട്രോങ് ആയിരിക്കണം, അത് സ്വയം സെല്ലാകണം. പ്രോഡക്റ്റ് വളരെ സന്ദേശ് സ്ട്രോങ് സാർ ആണ്. പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. എന്നോട് ചോദിച്ച പ്രതീക്, ആദ്യം മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ, യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. ഈ പ്രോഡക്റ്റിന് നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്? ഓക്കെ, നമ്മുടെ ഓഡിയൻസിന്റെ പ്രതികരണം ഒരു 50-50 ആണ്. അതായത് പകുതി ഒറിജിനലും പകുതി ഡ്യൂപ്ലിക്കേറ്റും മതി എന്നുള്ള രീതിയിലുള്ളത്. ഇനി നിങ്ങൾ ടൈറ്റൻസിൽ നിന്ന് എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി പറയൂ. ഞങ്ങളുടെ ആസ്ക് ഫോർ സെക്കൻഡറി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ 55 lakhs ആണ് റൈസ് ചെയ്യുന്നത് ഫോർ 20% ഡിസ്കൗണ്ട് ഓൺ കൺവേർട്ടബിൾ നോട്ട്സ്. സെക്കൻഡറി നോക്കുവാണെങ്കിൽ ടൈറ്റൻസിന്റെ ഒപ്പം മെന്റർഷിപ്പ് ഗൈഡൻസ് പ്ലസ് നെറ്റ്വർക്കിംഗ്. അഥവാ ഞങ്ങൾ നിങ്ങൾക്ക് സമയം തരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് റിട്ടേൺ തരും? സർ, അത് ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചത്. സർ, അത് ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്. നിങ്ങൾ സിറ്റിക്വിറ്റി തരൂ.
ആ തരാം സാർ. പ്രോഡക്റ്റിന്റെ ഇംപ്രൈസേഷനും ബ്രാൻഡിങ്ങും അത് റീബ്രാൻഡിങ് ചെയ്യണം, അല്ലാതെ വേറെ ചോയ്സ് ഒന്നുമില്ല. പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ടെക്നോളജിയിൽ നിങ്ങൾ എസ്തറ്റിക്കൽ ഡെവലപ്മെന്റ് ചെയ്തേ പറ്റൂ. അതിന്റെ വൈറ്റ് ലേബലിംഗ് എങ്ങനെ ചെയ്യണം? ഓക്കെ, ഇൻ ടേംസ് ഓഫ് 5% ഇക്വിറ്റി 15 lakhs ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗമാകാൻ ഞാൻ തയ്യാറാണ്. അപ്പാർട്ട് ഫ്രം ഗെറ്റിംഗ് 5% ഓഫ് സെറ്റ് ഇക്വിറ്റി. സന്ദേശ് സാർ, താങ്കൾ പറയൂ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യലാണ്. ഇന്ന തീയതിക്ക് നിങ്ങൾക്ക് ജിമ്മിയെ കിട്ടിയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വിൽ സ്റ്റേ ഔട്ട്, ബട്ട് ഓഫ് കോഴ്സ് ഐ വിൽ സപ്പോർട്ട് ജിമ്മി. ഐ വിൽ വാച്ച് യുവർ പ്രോഗ്രസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രിയങ്ക പറയൂ. ഇപ്പോൾ സന്ദേശ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഇതിലേക്ക് ഏളിയർ ആയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിലുള്ള ടോപ്പ് 20 കൺസ്യൂമർ സ്റ്റാർട്ടപ്പുകളില്ലേ, അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു വെക്കാം. അതല്ലാതെ എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം കൈകോർക്കാൻ പറ്റില്ല. പക്ഷേ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാം. ശൈലി, നിങ്ങൾ പറയൂ. ഞാനിപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഈ ടെക്നോളജി ഗായത്രിയുടെ പാക്കേജിംഗിൽ യൂസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു വശത്തുനിന്ന് നിങ്ങൾക്ക് നല്ലൊരു പൈലറ്റ് പ്രോജക്റ്റ് കിട്ടും, ഒരു വലിയ ബ്രാൻഡിന്റെ കൂടെ. ഐ എം ഹാപ്പി ടു ബി യുവർ ക്ലയന്റ്. താങ്ക് യു സോ മച്ച്. IIT മദ്രാസിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇൻക്യുബേറ്റ്. അവിടെ ഗോപാലകൃഷ്ണ ദേശ്പാണ്ഡെ എന്നൊരു സെന്റർ ഉണ്ട്, ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. ദേ റൺ എ 6-week പ്രോഗ്രാം ടു എക്സ്പ്ലോർ ദി പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഐ തിങ്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ യു. താങ്ക് യു. നിങ്ങൾ ജിമ്മി സാറുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണോ? അതെ, പക്ഷേ ഒരു 3% നിങ്ങൾ സമ്മതിക്കുമായിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു സർ. കാരണം ഈക്വിറ്റി അധികമാകുമ്പോൾ എല്ലാ വാല്യുവേഷനും കൂടും. ശരി, നമുക്ക് ഒറിജിനൽ ബിസിനസിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ 3%, 5% ഒക്കെ വിട്. നിങ്ങൾ നിങ്ങളുടെ ടേൺ ഓവറിനെ പറ്റി പറഞ്ഞില്ലേ, മാസത്തിൽ 50,000 എന്നല്ലേ പറഞ്ഞു? 50,000. ഒരു വർഷം 6 ലക്ഷം രൂപ ഏകദേശം അല്ലേ? ഞാനിത് നിങ്ങൾക്ക് 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു തരാം. അപ്പോൾ എനിക്ക് 5% തരാൻ ബുദ്ധിമുട്ടല്ലേ? അല്ല, അങ്ങനെ ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ 10 മടങ്ങ് വർദ്ധിപ്പിച്ച് കാണിച്ചു തരാം. അദ്ദേഹം അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. Okay, ഇപ്പൊ sir. നിങ്ങൾ Okay, കൈകോർക്കാൻ ഞാൻ തയ്യാറാണോ? accept ചെയ്തോളാം, sir. എന്നാ വരൂ. താങ്ക് യു സർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. Thank you so much. Congratulations. താങ്ക് യു. And thank you for coming to Idea Buzz. This way. Thank you. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്.